KSEB വർക്കറിന്റെ എക്സാം ആയിക്കോട്ടെ, ITI ലെവലിലുള്ള ഏത് എക്സാംസും ആയിക്കോട്ടെ, അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഇനി വരാനിരിക്കുന്ന എക്സാംസിനും റിവൈസ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് KW ഓപ്പറേറ്ററിന്റെ എക്സാം പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ആയിട്ടാണ്. അപ്പോ ഇതിൽ വന്നിരിക്കുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും നമ്മുടെ ടെസ്റ്റ് സീരീസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലാസ്സസിലായിക്കോട്ടെ, റിവിഷൻ സീരീസിലായിക്കോട്ടെ ഡിസ്കസ് ചെയ്ത ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി വരാനിരിക്കുന്ന KSEB വർക്കറിന്റെ എക്സാം ആയിക്കോട്ടെ, ITI ലെവലിലുള്ള ഏത് എക്സാംസും ആയിക്കോട്ടെ, അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ ഈ അനാലിസിസോട് ഉദ്ദേശിക്കുന്നത് ഇനി എഴുതാനിരിക്കുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു പ്രിപ്പറേഷൻ കൂടി അല്ലെങ്കിൽ ഒരു റിവിഷൻ കൂടി ഉദ്ദേശിച്ചിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഇനി വരാനിരിക്കുന്ന എക്സാംസിനും റിവൈസ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. നമ്മളിവിടെ ആൽഫാന്യൂമറിക് കോഡ്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് C ബേസ് ചെയ്തിട്ടുള്ള ഓർഡറിലാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് കോർ ഓഫ് പവർ ട്രാൻസ്ഫോമർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് CRGO സ്റ്റീലാണ് നമ്മൾ നോർമലി പവർ ട്രാൻസ്ഫോമറിന്റെ കോറ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. നമ്മൾ ഇതിലെ ക്ലാസ്സസിലും നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് വീഡിയോസിലും CRGO സ്റ്റീലാണ് നോർമലി ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ കോൾഡ് റോൾഡ് എന്ന് പറയുന്നത് CR എന്ന് പറയുന്നത് കോൾഡ് റോൾഡ് ആണ്. അത് ആ മാനുഫാക്ചറിങ് പ്രോസസ്സിനെയാണ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗ്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? അത് സിലിക്കൺ മെറ്റീരിയലിനെയാണ് ഗ്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ CRGO സ്റ്റീലാണ്, അതായത് സിലിക്കൺ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. അതിന്റെ കൺസ്ട്രക്ഷൻ ബേസ് വെച്ചിട്ട് അതിന്റെ പേര് പറയുന്നതാണ് CRGO എന്ന് പറയുന്നത്, കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയന്റഡ് സ്റ്റീൽ. ഓക്കെ, അപ്പൊ അത് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സാർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ എൻ ഐഡിയൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. സോ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ആണ് ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. Then next question, which method of magnetization is used to make commercial purpose permanent magnets എന്നാണ്. നമുക്കറിയാം പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ടച്ച് മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്തിട്ട് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ മെത്തേഡ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതിൽ ഇൻഡക്ഷൻ മെത്തേഡ് ആണ് നോർമലി കൊമേഴ്ഷ്യലി പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് നോർമലി ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ടാണ്. ദെൻ ടച്ച് മെത്തേഡിലും ഡിഫറെന്റ് ടൈപ്സ് ആണ്. സിംഗിൾ ടച്ച് മെത്തേഡ്, ഡബിൾ ടച്ച് മെത്തേഡ്, ഡിവൈഡഡ് ടച്ച് മെത്തേഡ് എല്ലാം. അപ്പൊ ഇതില് ഇൻഡക്ഷൻ മെത്തേഡ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പെർമനന്റ് മാഗ്നറ്റ്സിന്റെ കൊമേഴ്ഷ്യൽ മാനുഫാക്ചറിങ്ങിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മെത്തേഡ് ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻഡിക്കേറ്റ്സ് ദ ഷേപ്പ് ഓഫ് BH കർവ് ഓഫ് മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന്റെ BH കർവ് അല്ലെങ്കിൽ ഹിസ്റ്റീരിസിസ് ലൂപ്പിന്റെ കർവ് നമുക്കറിയാവുന്നതാണ്. ഇപ്പൊ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ BH കർവ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ആ ഹിസ്റ്റീരിസിസ് ലൂപ്പ് വരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ ഹിസ്റ്റീരിസിസ് ലൂപ്പിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്നതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക? ആ മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക, അല്ലെ? ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി മാറും തോറുമാണ് ആ ലൂപ്പിന്റെ ഷേപ്പിലും വിഡ്ത്തിലും ഒക്കെ മാറ്റം വരുന്നത്. സോ ഇതും നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിഫൈൻസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഓൾവേസ് ലാഗിങ് ബിഹൈൻഡ് ദ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്. അതായത് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് B ആണ്. B എന്ന് പറയുന്നത് എപ്പോഴും H, മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ H ആണ്. Hന് ബിഹൈൻഡിലാണ് ലാഗിങ് ബിഹൈൻഡ് H ആണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ഹിസ്റ്റീരിസിസ് ലൂപ്പ് തന്നെയാണ്. ഹിസ്റ്റീരിസിസിലാണ് നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞത്, അല്ലെ? ആ ഒരു കർവില് B എന്ന് പറയുന്നത് Hനെ ലാഗ് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ അത് പറയുന്നത് എവിടെയാണ്? ഹിസ്റ്റീരിസിസിലാണ്. സോ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമ്മൾ വരുന്നത്. ഓക്കെ,
Then അടുത്ത ക്വസ്റ്റ്യൻ, what is the change in value of resistance of a conductor if the cross sectional area is doubled? ഡയറക്റ്റ് എന്താണ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ലോ ഓഫ് റെസിസ്റ്റൻസില് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നുള്ള ഇക്വേഷൻ അല്ലെ. ലെങ്തിന് ഡയറക്റ്റ് റിലേഷൻ ആണ് റെസിസ്റ്റൻസ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഡബിൾഡ് എന്നാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡബിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്തായി മാറും, ഹാഫ് ആവും അല്ലെ. അപ്പൊ ഡിക്രീസ്ഡ് 2 ടൈംസ് ആണ് ആൻസർ. ഹാഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. ഡിക്രീസ്ഡ് 2 ടൈംസ് ഈസ് നത്തിങ് ബട്ട് ഹാഫ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിലാണെങ്കിലും ടെസ്റ്റ് സീരീസിലാണെങ്കിലും റിവിഷൻ സീരീസിലാണെങ്കിലും എല്ലാം ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ് കേട്ടോ. സോ ഇതാണ് ഇവിടെ ആൻസർ, ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Then next question, which electrical quantity is directly proportional to eddy current? Eddy currentന് directly proportional ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ചോദ്യം. തന്നിരിക്കുന്നതിൽ ഫ്രീക്വൻസി ആണ് വരിക. അതായത് എഡ്ഡി കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, അതൊരു സർക്കുലേറ്റിംഗ് കറന്റ് ആണ്. അത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഒരു ഡി സി മെഷീന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർമേച്ചർ കോറ് സോളിഡ് കോർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ആർമേച്ചറിന്റെ ഓരോ പോയിന്റിലും ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. കാരണം അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആർമേച്ചറിന്റെ ഡിഫറെന്റ് പോയിന്റ്സിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സർക്കുലേറ്റിംഗ് കറന്റ് ഉണ്ടാവുന്നുണ്ട്. അതിനാണ് എഡ്ഡി കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ എഡ്ഡി കറന്റ് എന്ന് പറയുന്നത് ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് ഓൾറെഡി പ്രൊപ്പോർഷണൽ ആണ്. ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് എന്തിനാ പ്രൊപ്പോർഷണൽ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഈസ് നത്തിങ് ബട്ട് ഫ്രീക്വൻസി. സോ എഡ്ഡി കറന്റ് എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ അല്ലെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫാക്ടർ ഡിറ്റർമൈനിങ് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസിന്റെ കപ്പാസിറ്റർ? കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന് എന്തൊക്കെ വാല്യൂസ് ആണ് ഡിപ്പെൻഡ് ചെയ്യാനാണ് ചോദ്യം. നമുക്കറിയാവുന്നതാണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി ആണ്. ഒരു ഇക്വേഷനിൽ തന്നെ നമുക്കറിയാം പെർമിറ്റിവിറ്റി, ഏരിയ ഓഫ് പ്ലേറ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഇതാണ് കപ്പാസിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ തന്നിരിക്കുന്നതിൽ ഏരിയ ഓഫ് പ്ലേറ്റ് മാത്രമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഷേപ്പ് ഓഫ് പ്ലേറ്റോ മെറ്റീരിയൽ ഓഫ് പ്ലേറ്റോ തിക്നെസ് ഓഫ് പ്ലേറ്റോ ഒന്നും കപ്പാസിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മെറ്റീരിയൽ ഓഫ് പ്ലേറ്റ് അല്ല, മെറ്റീരിയൽ ഓഫ് ഇതിന്റെ ഇടയിൽ വെക്കുന്ന നമ്മുടെ പെർമിറ്റിവിറ്റി ആണ്. അതായത് ഇതിന്റെ ഇടയിലുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന്റെ പെർമിറ്റിവിറ്റി ആണ് ആക്ച്വലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കപ്പാസിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ പ്ലേറ്റിന്റെ മെറ്റീരിയൽ കപ്പാസിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സാർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസിലാണെങ്കിലും റിവിഷൻ സീരീസിലാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ കവർ ചെയ്ത് പോയിട്ടുമുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഓഫ് ഡിഫക്ട് ദാറ്റ് ബെൻഡിങ് ഓഫ് പ്ലേറ്റ് ഇൻ സെക്കൻഡറി സെൽസ്? നമ്മുടെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റിലാണെങ്കിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ബെൻഡിങ് ഓഫ് പ്ലേറ്റ്സ് ഈസ് നത്തിങ് ബട്ട് ബക്ലിംഗ്. ഓക്കെ, അപ്പൊ ബക്ലിംഗ് എന്ന് പറയുന്ന ഡിഫക്റ്റ് ആണ് ബെൻഡിങ് ഓഫ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആൻസർ. ദെൻ വാട്ട് ഈസ് ദി ഇഫക്ട് ഇഫ് വൺ സെൽ ഈസ് കണക്റ്റഡ് വിത്ത് റിവേഴ്സ് പൊളാരിറ്റി ഇൻ പാരലൽ കോമ്പിനേഷൻ ഓഫ് സർക്യൂട്ട്സ്? സർക്യൂട്ട്സിന്റെ പാരലൽ കോമ്പിനേഷനിൽ അല്ലെങ്കിൽ സെൽസിന്റെ പാരലൽ കോമ്പിനേഷനിൽ ഒരു സെല്ല് നമ്മൾ റിവേഴ്സ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? നോർമലി പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ സെയിം പൊളാരിറ്റി, അതായത് പോസിറ്റീവ് പ്ലേറ്റ്സ് സെയിം പോയിന്റിലോട്ട് കണക്ട് ചെയ്യണം, നെഗറ്റീവ് പ്ലേറ്റ്സ് എല്ലാം സെയിം പോയിന്റിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സെല്ലിനെ റിവേഴ്സ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന ചോദിക്കുന്നത്? റിവേഴ്സ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? ഇവിടെ നിന്ന് ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ്, അത് കഴിഞ്ഞ് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആവുമ്പോൾ ഈ കറന്റിന് ഇങ്ങനെ ഫ്ലോ ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഇതൊരു എക്സ്ട്രീംലി ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. സോ എക്സ്ട്രീം ഷോർട്ട് സർക്യൂട്ട് ആണ് അവിടെ റിസൾട്ട് ആയിട്ട് വരിക. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് വിൽ ഗെറ്റ് ഷോർട്ട് സർക്യൂട്ടഡ് എന്നാണ് ആൻസർ വരിക. ഇതും നമ്മുടെ ടെസ്റ്റ് സീരീസിലൊക്കെ ഒരുപാട് തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? നമ്മൾ പലപ്പോഴും ആയിട്ട് ക്യൂ കാർഡ്സിലാണെങ്കിലും ടെസ്റ്റിലാണെങ്കിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അതായത് ഓരോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. സോ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ വാട്ടർ ആണ്. എയർ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. സ്റ്റീൽ എന്ന് പറയുന്നത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. പ്ലാറ്റിനം എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്.
ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് ഇവിടെ ഉള്ളത് വാട്ടർ മാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം ഒട്ടുമിക്ക എക്സാമ്പിൾസ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ അതില് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ ഈസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി കറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് കപ്പാസിറ്റൻസ് ഇഫ് ദി ഇലക്ട്രിക് ചാർജ് ഇസ് Q ആൻഡ് വോൾട്ടേജ് ഇസ് V? അറിയാവുന്ന ഇക്വേഷൻ ആണ്. Q is equal to CV എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. സോ ഇവിടെ C equal to എന്നാണ്, C equal to Q by V ആയിരിക്കും. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. C is equal to Q by V. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി? ഇത് എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മളെപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. SI യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ടെസ്ല. ടെസ്ല ആണെങ്കിൽ ടെസ്ല അല്ല, വെബർ പെർ മീറ്റർ സ്ക്വയർ ആണുള്ളതെന്നുണ്ടെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ. എനിവേ ഇവിടെ തന്നിരിക്കുന്നത് ടെസ്ലയാണ്. സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഇതിന്റെ മാത്രമല്ല, മാഗ്നറ്റിസത്തിൽ നിന്ന് വരുന്ന ഒട്ടുമിക്ക ടേംസിന്റെ യൂണിറ്റ്സും ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മളൊരു സ്കോർ ടേബിൾ തന്നെയായിട്ട് ഇത് ക്ലാസ്സിലും റിവിഷൻ സീരീസിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതുമാണ്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ റിവിഷൻ സീരീസിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ദെൻ സുഡേ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ എൻ ഓപ്പൺ സർക്യൂട്ട്? ഓപ്പൺ സർക്യൂട്ടിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താണെന്നാണ്. അതായത് ഒരു സപ്ലൈ എന്തെങ്കിലും കൊടുത്തു, നമ്മളിപ്പോ ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് ആക്കി ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓപ്പൺ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഈക്വൽ ടു 0 വരുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇൻഫിനിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മീറ്റർ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് പൊളാരിറ്റി ഓഫ് ബാറ്ററി? ബാറ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു DC കമ്പോണന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു DC മീറ്റർ ആണ് നമുക്ക് വേണ്ടത്. DC എന്ന് പറയുമ്പോൾ മൂവിങ് കോയിൽ മീറ്റർ ആയിരിക്കണം. അപ്പൊ മൂവിങ് കോയിൽ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്? കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണ്? കണ്ടക്ടൻസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടൻസ് നമുക്കറിയാം. ഓർ G is equal to 1/R ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. സോ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് 1/Ohm, ഓർ അതിനെയാണ് നമ്മൾ മോ എന്ന് പറയുന്നത്, ഓർ സീമെൻസ് എന്നും നമ്മൾ പറയും അല്ലെ. ഇവിടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് എന്താണ്? മോ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ വിച്ച് ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് സീരീസ് സർക്യൂട്ട്? ഇതില് സീരീസ് സർക്യൂട്ടിന്റെ അപ്ലിക്കേഷൻ എന്താണെന്നുള്ളതാണ്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ റിവിഷൻ സീരീസിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിവിഷൻ സീരീസിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സീരീസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഫ്യൂസ് ഇൻ സർക്യൂട്ട് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ ഫ്യൂസ് ആണ് നോർമലി എന്താണ് ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആള് അല്ലെ. ഷണ്ട് റെസിസ്റ്റർ ഇൻ മീറ്റർ എന്ന് പറയുമ്പോൾ പാരലലി കണക്ട് ചെയ്യേണ്ട ആളാണ്. വോൾട്ട് മീറ്റർ കണക്ഷൻ എങ്ങനെയാണ്? ഏതൊരു സർക്യൂട്ടിലാണെങ്കിലും വോൾട്ട് മീറ്റർ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? പാരലലി ആണ് കണക്ട് ചെയ്യേണ്ടത് അല്ലെ. സപ്ലൈ ഉണ്ടെങ്കിൽ അതിന് പാരലൽ ആയിട്ട് വേണം വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാൻ. ഇലക്ട്രിക് ലാമ്പ് അറ്റ് ഹോംസിലും ലാമ്പുകൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പാരലലി കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ റേറ്റഡ് പവറിൽ ആ ബൾബുകൾക്കൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ലാമ്പ് ഇൻ ഹോം എന്ന് പറയുന്നത് എന്താണ്? പാരലൽ കണക്ഷൻസ്. ഇത് മൂന്നും പാരലൽ കണക്ഷൻസിന് എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് വൺ മാത്രമാണ് സീരീസ് കണക്ഷന് എക്സാമ്പിൾ ആയിട്ടുള്ളൂ. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ റിവിഷനിലും ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ളതാണ്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആർ റിലേറ്റഡ് ഇൻ ഓംസ് ലോ? ഓംസ് ലോ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനെ സംബന്ധിച്ച് എന്താണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് V is equal to IR. ഇവിടെ റിലേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്. ഈ മൂന്ന് ആൾക്കാരെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ്, കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്. ഓക്കെ അല്ലെ? സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്തത്, വാട്ട് ഈസ് ദി ഇഫക്ട് ഓഫ് പാരലൽ സർക്യൂട്ട് വിത്ത് വൺ ബ്രാഞ്ച് ഓപ്പൺ? അതായത് ഒരു പാരലൽ സർക്യൂട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. പാരലൽ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമല്ല, ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടാവും എന്ന് വിചാരിക്കാം. ആ ഒരു പാരലൽ സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഓപ്പൺ ആയി എന്ന് വിചാരിക്കും. ഈ ബ്രാഞ്ചിൽ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആക്കി. ഓപ്പൺ സർക്യൂട്ട് ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? കറണ്ട് വിൽ റിമൈൻസ് ചെയ്യും, ആവില്ല. ഈ ഒരു ബ്രാഞ്ച് പോയി കഴിഞ്ഞാൽ കറണ്ട് ഈ ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യേണ്ട കറണ്ടിന് പിന്നെ സപ്ലൈ എന്ന് വലിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ കറണ്ടിൽ ചേഞ്ച് വരും. അപ്പൊ ഇതല്ല, ഹോൾ സർക്യൂട്ട് വിൽ നോട്ട് വർക്ക്. അങ്ങനെയല്ല, ഹോൾ സർക്യൂട്ട് ഒന്നും വർക്ക് ചെയ്യാണ്ടിരിക്കില്ല. ഈ ഒരു ബ്രാഞ്ച് മാത്രം ഓപ്പൺ ആയി എന്ന് വെച്ച് ബാക്കി സർക്യൂട്ട്സിനൊന്നും, ബാക്കി ബ്രാഞ്ചസിലൊന്നും പ്രശ്നം വരില്ല.
ദെൻ നോ കറന്റ് വിൽ ഫ്ലോ ഇൻ ദാറ്റ് ബ്രാഞ്ച്. അത് ശരിയാണ്. ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൽ കൂടെ പിന്നെ കറന്റ് ഫ്ലോ ഉണ്ടാവില്ല. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം ഓപ്ഷൻ സി ആണ്. വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ഇൻ ദി ഓപ്പൺ ബ്രാഞ്ച്. ഓപ്പൺ ബ്രാഞ്ചിൽ പിന്നെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഓപ്പൺ ബ്രാഞ്ചിൽ കറണ്ടേ ഫ്ലോ ചെയ്യുന്നില്ല, പിന്നെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ലല്ലോ. സോ ഇവിടെ ആൻസർ ആയിട്ട് വരാം ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ which one defines the change in resistance in ohm per degree Celsius? Ohm per degree Celsiusലുള്ള റെസിസ്റ്റൻസിന്റെ ചേഞ്ചിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ വരുന്ന ഒട്ടുമിക്ക ഇപ്പൊ അടുത്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കേരള PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ എന്താണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഓം പെർ ഡിഗ്രി സെൽഷ്യസിലുള്ള ചേഞ്ചിന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് കേട്ടോ. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എഗെയിൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Then next question, what is the name of the maximum value of potential difference between the points on ground and point touched by the person? ഗ്രൗണ്ടും ടച്ച് ചെയ്ത പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്നതാണ് ടച്ച് പൊട്ടൻഷ്യൽ. സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളുടെ സ്റ്റെപ്പ്, അതായത് രണ്ട് ലെഗുകൾ ഉണ്ടെങ്കിൽ അതിനിടയിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഒരാളാണ് അതിനാളുടെ രണ്ട് ലെഗുകൾക്കിടയിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ടച്ച് പൊട്ടൻഷ്യൽ, സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ടച്ച് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആള് ടച്ച് ചെയ്ത പോയിന്റും ഗ്രൗണ്ടും തമ്മിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നുണ്ടോ അതാണ് ടച്ച് പൊട്ടൻഷ്യൽ. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ടച്ച് പൊട്ടൻഷ്യൽ. ഓക്കെ അല്ലേ? ദെൻ അടുത്തത്, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് കോയിൽ റാപ്ഡ് അറൌണ്ട് ദി ടൊറോയിഡ് റിംഗ് ഇൻ ECB? ECB എർത്ത് സർക്യൂട്ട് ബ്രേക്കർ, ഓക്കെ, അല്ലെങ്കിൽ റെസിഡ്യുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ എന്നൊക്കെ പറയാം. അതില് ഒരു ടൊറോയിഡൽ റിംഗ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൽ റാപ്പ് ചെയ്തിട്ടുള്ള കോയിൽസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. ഇതാണ് ഒരു ECB അല്ലെങ്കിൽ RCCBയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിലൊരു ടൊറോയിഡൽ കോർ ഉണ്ട്. അതിൽ കൂടെ പാസ് ചെയ്യുന്ന വയറുകൾ ഏതൊക്കെയാണ്? ഫേസ് വയർ പോവും, ന്യൂട്രൽ വയർ പോവും. ഫേസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന സെയിം കറണ്ട് ആണ് ന്യൂട്രലിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെൻസിങ് കോയിലും ഇവിടെ നമ്മൾ വൂണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സെൻസിങ് കോയിലില് ഫ്ലക്സ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവത്തില്ല. ഇനി ഫേസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം കറണ്ട് അല്ല ന്യൂട്രലിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്, അതായത് ഏതോ വഴിക്ക് കറണ്ട് ലീക്കായി പോയി എന്നുണ്ടെങ്കിൽ ഈ കറണ്ടുകളിൽ ഡിഫറൻസ് വരും. ഈ കറണ്ടിൽ ഡിഫറൻസ് വരുന്നത് കൊണ്ട് ഇവിടെ ഈ രണ്ട് വയേഴ്സ് വൂണ്ട് ചെയ്തേക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവൻ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഇവൻ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലാണ് നോർമലി ഇത് വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ സെയിം കറണ്ട് ആകുമ്പോൾ രണ്ട് ഫ്ലക്സുകളും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നെറ്റ് ഫ്ലക്സ് 0 ആയിരിക്കും. ഈ കറണ്ടിൽ ഡിഫറൻസ് വരുമ്പോൾ ദർ വിൽ ബി എ നെറ്റ് ഫ്ലക്സ്. അങ്ങനെ ഒരു നെറ്റ് ഫ്ലക്സ് ഉണ്ടാവുമ്പോൾ ഈ സെൻസിങ് കോയിലിൽ എന്താണ്? ഒരു ഫ്ലക്സ് ഉണ്ടാവും. അതുവഴി ഇവിടെ എന്താണ്? ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതുവഴി അവൻ ആ റിലേനെ ഓപ്പറേറ്റ് ചെയ്ത് ഈ സ്വിച്ചിനെ ബ്രേക്ക് ചെയ്യിക്കുകയാണ് ചെയ്യണം. അങ്ങനെയാണ് RCCBയുടെ വർക്കിംഗ് വരുന്നത്. അപ്പൊ ഈ ടൊറോയിഡൽ കോറിൽ ഏതൊക്കെ വയേഴ്സ് ഉണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫേസ് ഉണ്ടാവും, ന്യൂട്രൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഒരു സെൻസിങ് കോയിലും കൂടെ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? സോ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഡിസൈൻ ആൻഡ് വയറിംഗ് എന്നുള്ള ടോപ്പിക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് RCCBയുടെ വർക്കിങ്ങും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു പോയിട്ടുണ്ട് നമ്മൾ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ലാമ്പ് ഹോൾഡർ? ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇതിൽ ബാക്കി 3 ഓപ്ഷൻസും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ലാമ്പ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലാമ്പ് ഹോൾഡേഴ്സിൽ പെടുന്നതാണ്. ജേക്കോബ്സ് ടൈപ്പ് ലാമ്പ് ഹോൾഡർ മാത്രമാണ് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദെൻ which one is not a method of reducing the resistance of an earth electrode to an acceptable value? എർത്ത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എർത്ത് ഇലക്ട്രോഡിന്റെ റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ? പാരലലി കണക്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. എർത്ത് പിറ്റിന്റെ ഡെപ്ത് കൂട്ടണം എന്നുള്ളത് നമുക്കറിയാം. ഡെപ്ത് കൂട്ടണം എന്ന് നമുക്കറിയാം. റെസിസ്റ്റൻസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്നിട്ട് ആ ഡെപ്ത് കുറയ്ക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് തെറ്റാണെന്നുള്ളത് ഉറപ്പാണ്. ദെൻ പോറിംഗ് വാട്ടർ എന്നുള്ളത് റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മെത്തേഡാണ്. ചാർക്കോള് അതുപോലെ സോൾട്ട് ഒക്കെ ഇടുന്നതും റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മെത്തേഡാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഡെപ്ത് കുറയ്ക്കണം എന്നാ പറയുന്നത്. ഡെപ്ത് കൂട്ടാണ് ആക്ച്വലി വേണ്ട റെസിസ്റ്റൻസ് കുറയ്ക്കാൻ. ഡെപ്ത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടത്തേ ഉള്ളൂ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. അതായത്
ഒരു റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മെത്തേഡ് അല്ലാത്തത് ഓപ്ഷൻ സി മാത്രമാണ്. ക്ലിയർ അല്ലേ? സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ്. ക്ലിയർ? ഇതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. എർത്തിങ് എന്ന് പറഞ്ഞ പോർഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മെത്തേഡ്സ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എ ഡാഷ് സ്വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺട്രോളിംഗ് മെഷീനറി ആസ് പാർട്ട് ഓഫ് എ കൺട്രോൾ സിസ്റ്റം as a safety interlock or as a counter enumerating objects passing a point. ആൻസർ ആയിട്ട് വരുന്നത് ലിമിറ്റ് സ്വിച്ച് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ദെൻ ഇവിടെ ആൻസർ ലിമിറ്റ് സ്വിച്ച്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പാർട്ട് ഓഫ് ഡിജിറ്റൽ വോൾട്ട്മീറ്റർ? ഡിജിറ്റൽ വോൾട്ട്മീറ്ററിന്റെ പാർട്ടായിട്ട് വരുന്നത് എന്താണെന്നാണ്. അപ്പൊ നോർമലി ഒരു ഡിജിറ്റൽ വോൾട്ട്മീറ്ററിന്റെ ബേസിക് സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമ്മൾ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ തന്നെയാണ്. സോ ഇവിടെ വരുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ആൻഡ് ഗേറ്റ് മാത്രമാണ് ഡിജിറ്റൽ വോൾട്ട്മീറ്ററിലെ ഒരു കമ്പോണന്റ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത്, ഇൻ 2 watt meter മെത്തേഡ്. 2 watt meter മെത്തേഡ് എന്നുള്ളതും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യമാണ്. 2 watt meter മെത്തേഡ് ഓഫ് 3-phase പവർ മെഷർമെന്റ്. വാട്ട് ഈസ് ദി റീഡിംഗ് ഓഫ് ഡൈനാമിക് വാട്ട് മീറ്റേഴ്സ് when the power factor attains 0.5? 0.5 പവർ ഫാക്ടർ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു വാട്ട് മീറ്റർ അവിടെ 0 റീഡ് ചെയ്യും. ഓക്കെ, നമുക്ക് അറിയാവുന്നതാണ്. സോ വൺ ഓഫ് ദി വാട്ട് മീറ്റർ റീഡിംഗ് ഈസ് 0 ആൻഡ് ദി അതർ ഷോസ് ടോട്ടൽ പവർ. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഈ ഒരു ടേബിൾ നമ്മൾ സ്കോർ ടേബിൾ ആയിട്ട് ക്യൂ കാർഡിലായിക്കോട്ടെ അതുപോലെ ക്ലാസ്സിലായിക്കോട്ടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടേബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് എപ്പോഴും നമ്മൾ പഠിക്കണമെന്നും പറയുന്നതാണ്. ഇതിൽ പറയുന്നത് ഇതാണ്, പവർ ഫാക്ടർ 0.5 ആവുമ്പോൾ എന്താ സംഭവിക്കുക എന്നാണ്. ഒരു വാട്ട് മീറ്റർ ഇവിടെ 0 റീഡ് ചെയ്യും, പിന്നത്തെ വാട്ട് മീറ്റർ എന്ന് പറയുന്നത് റീഡ് ചെയ്യുന്നത് ടോട്ടൽ പവർ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഇതാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ദെൻ അടുത്തത്, വിച്ച് വൺ ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ടോങ് ടെസ്റ്റർ? ടോങ് ടെസ്റ്ററിന്റെ ആപ്ലിക്കേഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മെഷർ ദ പ്രൈമറി കറന്റ് ഓഫ് AC വെൽഡിംഗ് ജനറേറ്റർ, അത് കറക്റ്റ് ആണ്. മെഷർ ദ സ്റ്റാർട്ടിംഗ് കറന്റ്, അതിന് യൂസ് ചെയ്യാം. മെഷർ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഓഫ് DC മോട്ടോർ പറ്റില്ല. സോ ഇവിടെ അപ്ലിക്കേഷൻ അല്ലാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മെഷർ ദി ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഓഫ് എ DC മോട്ടോർ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി എക്സ്പാൻഷൻ ഓഫ് ദ ടേം TOD റിലേറ്റഡ് ടു TOD മീറ്റർ. TOD ഈസ് നത്തിങ് ബട്ട് ടൈം ഓഫ് ഡേ മീറ്റർ ആണ് അല്ലെ? സോ ഇവിടെ ആൻസർ ആയിട്ട് വരിക ടൈം ഓഫ് ഡേ. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ. ദെൻ അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് മീറ്റർ ഹാസ് റീഡ്സ് ആൻഡ് ഫ്ലക്സ്? റീഡ്സ് ആൻഡ് ഫ്ലക്സ് ഉള്ളത് ഏത് മീറ്ററിലാണെന്നാണ് ചോദ്യം. അപ്പൊ ഇതിൽ ഏത് മീറ്ററോ, എല്ലാ മീറ്റേഴ്സും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ കൺസ്ട്രക്ഷൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഫ്രീക്വൻസി മീറ്ററിലാണ് ഈ റീഡ്സ് ആൻഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഉള്ളത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, in which 3-phase connection the line voltage is always √3 times of phase voltage? VL എന്ന് പറയുന്നത് √3 times of V phase വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. സ്റ്റാർ കണക്ഷനിലാണെന്നുള്ളത് നമുക്കറിയാം. ഡെൽറ്റ കണക്ഷനിൽ എന്താണ്? VL is equal to V phase ആണ്. സോ നമ്മൾ മിക്ക ക്ലാസ്സിലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടേബിൾ ആണിത്. അതായത് ഫേസ് വോൾട്ടേജും ഫേസ് കറണ്ടും ലൈൻ വോൾട്ടേജും ലൈൻ കറണ്ടും തമ്മിലുള്ള റിലേഷൻ സ്റ്റാറിലും ഡെൽറ്റയിലും എങ്ങനെയാണ് എന്നുള്ളത്. സോ ഈ ഒരു ടേബിൾ ആണ് നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾ റിവിഷൻ ക്ലാസ്സിലൊക്കെ ഈ സ്കോർ ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് എൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റ് എനി പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ AC വോൾട്ടേജിന്റെ വാല്യൂ അല്ലെങ്കിൽ AC ക്വാണ്ടിറ്റിയുടെ വാല്യൂന്ന് പറയുന്ന വാല്യൂ പേരെന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇതൊരു സൈനസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ ഈ മാക്സിമം വാല്യൂവിനെയാണ് പീക്ക് വാല്യൂ എന്ന് പറയാം. RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവന്റെ RMS വാല്യൂ എന്ന് പറയുന്നത്. അത് സൈനസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ VM/√2 ആണ് RMS വാല്യൂ. ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ വാല്യൂനെ വിളിക്കുന്ന പേര് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്നാണ്. ഇൻസ്റ്റന്റ് വാല്യൂ അല്ല, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി ടൈം പീരീഡ് ഓഫ് 60 ഹെർട്സ് സൈനസോയിഡൽ AC. നമ്മൾ അറിയാവുന്ന ഒരു റിലേഷൻ ആണ്. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 1/f. റെസിപ്രോക്കൽ ഫ്രീക്വൻസി ആണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 1/60 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 0.017 സെക്കൻഡ്സ്. ഇത് അല്ലെങ്കിൽ 50 ഹെർട്സ് ആണെങ്കിൽ അവന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 0.02 സെക്കൻഡ്സ് ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ഓർത്തിരിക്കേണ്ട വാല്യൂ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 1/60 വരുമ്പോൾ ഇവനേക്കാളും കുറവായിരിക്കും എന്നുള്ളത് നമുക്കറിയാം.
ഫ്രീക്വൻസി കുറയും തോറും ടൈം പീരീഡ് കൂടും, ഫ്രീക്വൻസി കൂടും തോറും ടൈം പീരീഡ് കുറയും. അപ്പൊ ഇവനേക്കാളും കുറവായിരിക്കണം. അപ്പൊ ഓപ്ഷനിൽ അവനേക്കാളും കുറവുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ അല്ലെ. സോ അങ്ങനെ നമുക്ക് ജസ്റ്റ് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് എ സി കമ്പയർഡ് ടു ഡി സി. ഡി സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ സിക്കുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദ്യം. നമ്മൾ കമ്പാരിസൺ ഓഫ് എ സി ആൻഡ് ഡി സി ട്രാൻസ്മിഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണിത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആർ ഇൻ എ സി കമ്പയർഡ് ടു ഡി സി. ഡി സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ സിയിലാണ് ഈ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും വരുന്നത്. ഡി സിയിലാണെങ്കിൽ ഈ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നുള്ള ടേം ഒന്നുമില്ല, റെസിസ്റ്റൻസ് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അതാണ് എ സിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇതിനടുത്തത്, the lead and lag are used to describe the relative positions in time of two voltages or currents that are not in phase. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇവിടെ വായിച്ചു നോക്കേണ്ടത് ആകെ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. In which type of circuit the current lag behind the applied voltage by 90 degree. അതായത് കറണ്ട് ലാഗ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എവിടെയാണ്? കറണ്ട് ലാഗ് ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണ്. 90 ഡിഗ്രി ആണ്. അപ്പൊ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. അപ്പൊ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. നമ്മൾ ഈ സ്കോർ ടേബിൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. നമ്മൾ റിവിഷൻ ക്ലാസ്സസിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്കോർ ടേബിൾ ആണിത്. ഓക്കെ അല്ലേ? സോ ഇവിടെ ആൻസർ ആയിട്ട് വരാം ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? ഇതിനടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി മോസ്റ്റ് പ്രൈം റീസൺസ് ഫോർ എ സിവിയാരിറ്റി ഓഫ് ഷോക്ക്. ഷോക്കിന്റെ സിവിയാരിറ്റി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് കറണ്ടിനെയും അതുപോലെ തന്നെ എത്ര ഡ്യൂറേഷൻ ആ ഒരു കറണ്ട് നമ്മുടെ ബോഡി കൂടെ പാസ് ചെയ്തു എന്നതിനെയാണ്. അല്ലാതെ പെർസെന്റേജിനെ ഒന്നും ഒട്ടും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് കറണ്ട് പാസ്ഡും ഡ്യൂറേഷൻ ഓഫ് ദ കറണ്ട് പാസ്ഡും ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്ത് തന്നെ കിട്ടാവുന്ന ആൻസർ ആണ്. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് എത്രയ്ക്കാണ് ആ ഷോക്കിന്റെ സിവിയാരിറ്റി എന്നുള്ളത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു സ്റ്റോപ്പ് ബ്ലീഡിങ് ഇൻ ദി വൂണ്ട് ഓഫ് ആൻ ആക്സിഡന്റൽ പേഴ്സൺ. ആക്സിഡന്റൽ പേഴ്സന്റെ വൂണ്ടുമെന്നുള്ള ബ്ലീഡിങ്ങിനെ കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഹീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ഓയിൻമെന്റ് അപ്ലൈ ചെയ്തുകൊണ്ടൊന്നും ബ്ലീഡിങ് കുറയത്തില്ല, വാട്ടർ അപ്ലൈ ചെയ്തുകൊണ്ടും ബ്ലീഡിങ് കുറയത്തില്ല. കുറയണം എന്നുണ്ടെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇത് ഫസ്റ്റ് എയ്ഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, സേഫ്റ്റി ആൻഡ് ഫസ്റ്റ് എയ്ഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്നുള്ള ക്വസ്റ്റൻ ആണ് ഈ രണ്ടെണ്ണം കേട്ടോ. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദി ഗൈഡ് ലൈൻസ് ഇസ് ട്രൂ ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് ബാറ്ററി. ബാറ്ററിയുടെ ഇൻസ്റ്റലേഷനിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇത് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ്, അല്ലെങ്കിൽ ലോജിക്കലി തിങ്ക് ചെയ്താൽ തന്നെ അറിയാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. അതായത് ഹീറ്റും അതുപോലെ തന്നെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ആ ഒരു എൻവയോൺമെന്റിൽ ഒരിക്കലും ബാറ്ററി വെക്കരുത് എന്നാണ് നമ്മൾ നോർമലി പറയുക. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതിനടുത്തത്, ദ ടോപ്പ് സർഫസ് ഓഫ് എ സോളാർ സെൽ കൺസിസ്റ്റ് ഓഫ് എൻ എക്സ്ട്രീംലി തിൻ ലെയർ ഓഫ് പി ടൈപ്പ് മെറ്റീരിയൽ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വൈ ദിസ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ലൈറ്റ് ക്യാൻ പെനട്രേറ്റ് ദ ജംഗ്ഷൻ എന്നുള്ളതാണ് കേട്ടോ. സോ ഓപ്ഷൻ പി ലെയർ ആണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ വെക്കുക. അപ്പൊ അത് തിൻ ലെയർ ആയാൽ മാത്രമാണ് ലൈറ്റിന് ഉള്ളിലോട്ട് ജംഗ്ഷനിലോട്ട് പെനട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ടോപ്പിലെ ലെയർ തിക്നെസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പെനട്രേഷൻ എന്ന് പറയുന്നത് കുറയും. അപ്പൊ ലൈറ്റിന് പെനട്രേറ്റ് ചെയ്യാൻ ജംഗ്ഷനിലോട്ട്, പി എൻ ജംഗ്ഷനിലോട്ട് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിൻ ലെയർ ഓഫ് പി ടൈപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, വൈ ആർ സെൽസ് കണക്റ്റഡ് ഇൻ സീരീസ്. സീരീസിൽ കണക്ട് ചെയ്യുന്നത് എന്തിനാണ്? സെൽസ് സീരീസിൽ കണക്ട് ചെയ്യുന്നത് വോൾട്ടേജ് റേറ്റിംഗ് കൂട്ടാനും സെൽസ് പാരലലി കണക്ട് ചെയ്യുന്നത് കറണ്ട് കപ്പാസിറ്റി കൂട്ടാനും ആണെന്നുള്ളത് നമുക്കറിയാം. ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരിക എന്താണ്? ഇൻക്രീസ് വോൾട്ടേജ് റേറ്റിംഗ് ആണ്. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഡി സി മോട്ടോർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ. ഡി സി മോട്ടോറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഒന്നുകിൽ ആർമേച്ചർ കറണ്ടിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരണം, അല്ലെങ്കിൽ ഫീൽഡ് കറണ്ടിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരണം. ഇതിൽ ആരെങ്കിലും ഒരാളുടെ കറണ്ടിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് വന്നാലാണ് മോട്ടോറിന്റെ റൊട്ടേഷൻ മാറുള്ളൂ. രണ്ടു പേരുടെയും കൂടെ സൈമൾട്ടേനിയസ്ലി മാറ്റിയത് കൊണ്ട് മോട്ടോറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മാറില്ല. അപ്പൊ അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവിടെ ഉള്ളൂ. അപ്പൊ സപ്ലൈ ടെർമിനൽ മാറ്റിയത് കൊണ്ട് മാറണം എന്നില്ല. പക്ഷെ രണ്ട് മോട്ടോറിലൊക്കെ സപ്ലൈ ടെർമിനൽ മാറ്റി കഴിഞ്ഞാൽ ആർമേച്ചർ കറണ്ടിന്റെ ഡയറക്ഷനും
ഫീൽഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ഒരുമിച്ച് മാറും. അപ്പൊ പിന്നെ സപ്ലൈ മാറ്റിയോണ്ട് അത് മാറണമെന്നില്ല, നിർബന്ധമില്ല എല്ലാ മെഷീനിലും. ദെൻ അതുപോലെ സീരീസ് മോട്ടറിൽ അങ്ങനെ തന്നെ മാറില്ല, രണ്ടിന്റെ ഡയറക്ഷൻ മാറും. അപ്പൊ അവിടെ റൊട്ടേഷന്റെ ഡയറക്ഷൻ മാറില്ല. ചേഞ്ചിങ് സപ്ലൈ വോൾട്ടേജ് മാറ്റിയോണ്ട് ഒട്ടും മാറില്ല. ദെൻ ചേഞ്ചിങ് ദി ആർമേച്ചർ ടെർമിനൽ ചേഞ്ച് ചെയ്താൽ മാറും, അല്ലെങ്കിൽ ചേഞ്ചിങ് ഫീൽഡ് ടെർമിനൽ ചേഞ്ച് ചെയ്താലും മാറും. സോ ഇവിടെ ഓപ്ഷൻസ് 3യും 4ഉം ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3യും 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ 3 and 4 ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അറിഞ്ഞിരിക്കേണ്ടത് ഈ കാര്യം മാത്രമാണ് കേട്ടോ. അപ്പോൾ അവിടെ ആർമേച്ചർ കറണ്ടിന്റെ ഡയറക്ഷൻ മാറണം, അല്ലെങ്കിൽ ഫീൽഡ് കറണ്ടിന്റെ ഡയറക്ഷൻ മാറണം. ദെൻ വെൻ ദി മോട്ടോർ ടേക്സ് കറണ്ട് എബവ് നോർമൽ, വാട്ട് ഹാപ്പൻസ് ഇഫ് ദി നോ വോൾട്ടേജ് കോയിൽ ഈസ് ഓപ്പൺ സർക്യൂട്ടഡ്? അതായത് ഒരു മോട്ടോർ റേറ്റഡ് കറണ്ടിനേക്കാളും കൂടുതൽ കറണ്ടാണ് എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നോ വോൾട്ടേജ് കോയിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നാണ് ചോദ്യം. ഈ നോ വോൾട്ടേജ് കോയിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഫീൽഡ് സർക്യൂട്ടിനെ സപ്ലൈ ചെയ്ത് കണക്ട് ചെയ്യുന്ന ആ ഒരു സ്വിച്ച് ആണ്, അല്ലെങ്കിൽ ആ ഒരു കോയിലാണ്. അപ്പൊ അത് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് പെട്ടെന്ന് ആബ്സെന്റ് ആവും. ഫീൽഡ് ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫീൽഡിന് സപ്ലൈ കിട്ടില്ല, ഫീൽഡ് കറണ്ട് ആബ്സെന്റ് ആവും. ഫീൽഡ് കറണ്ട് ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ മെഷീനിൽ എന്താണ്, ആ റെസിഡ്യുവൽ ഫ്ലക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഫ്ലക്സ് എന്ന് പറയുന്നത് കുറയും. ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ സ്പീഡും ഫ്ലക്സും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അപ്പൊ ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഡേഞ്ചറസ്ലി കൂടും, അല്ലെ? ഫ്ലക്സ് പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സ്പീഡ് കൂടും എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് സ്പീഡ് കൂടുന്നു എന്ന് പറയുമ്പോൾ ലോഡ് ചേഞ്ചസ് അല്ല, മോട്ടോർ വിൽ റൺ ഓൺ എബവ് നോർമൽ സ്പീഡ്, അതാണ് വരിക. സ്പീഡ് ഒരുപാട് കൂടിപ്പോവാണ് ചെയ്യുക ഫ്ലക്സ് കുറയുമ്പോൾ. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ഇഫ് ദി ഇൻപുട്ട് to the prime mover of an alternator is kept constant but excitation is increased, what happens? അതായത് പ്രൈം മൂവർ ഇൻപുട്ട് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ KW അല്ലെങ്കിൽ ആക്റ്റീവ് പവറിലും പിന്നെ മാറ്റം വരില്ല. ആക്റ്റീവ് പവർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുള്ളൂ. എക്സൈറ്റേഷൻ മാറ്റി കഴിഞ്ഞാൽ മാറുന്ന ആൾ എന്താണ്? റിയാക്റ്റീവ് പവർ ആണ്. റിയാക്റ്റീവ് പവറിൽ മാറ്റം വരും. റിയാക്റ്റീവ് പവർ മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി KVA എന്ന് പറയുന്നത് മാറും. കാരണം KVA എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും വെക്ടർ സമ്മാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ KVAയിൽ മാറ്റം വരും. ഇനി എക്സൈറ്റേഷൻ കൂട്ടുക എന്ന് പറഞ്ഞേക്കുന്നത്, എക്സൈറ്റേഷൻ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഓവർ എക്സൈറ്റഡ് ആണ്. ഓവർ എക്സൈറ്റഡ് ജനറേറ്റർ ആണ്, ഓൾട്ടർനേറ്റർ ആണ്. ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടോർ വിൽ ഡെലിവർ ലീഡിംഗ് പവർ എന്നുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഓൾട്ടർനേറ്ററിൽ വരാന്നുള്ളത് നമുക്കറിയാം. സോ ഓവർ എക്സൈറ്റഡ് ഓൾട്ടർനേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അവൻ ഡെലിവർ ലാഗിംഗ് പവർ ആണ് അവൻ ഡെലിവർ ചെയ്യുക. അതായത് സിങ്ക്രോണസ് മോട്ടോർ ആണെങ്കിൽ ലീഡിംഗ് പവർ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഡെലിവർ ചെയ്യും. ഓൾട്ടർനേറ്റർ ആണെങ്കിൽ ലാഗിംഗ് പവർ ആണ് ഓവർ എക്സൈറ്റഡ് സമയത്ത് ഡെലിവർ ചെയ്യുക. സോ ലാഗിംഗ് പവർ ആണ് ഡെലിവർ ചെയ്യുക. ലാഗിംഗ് പവർ ഡെലിവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗിംഗ് പവർ അല്ലേ കൂടുക, അതായത് KVA ലാഗിംഗ് ആയി മാറും. ഓക്കെ, സോ ആൻസർ വരിക KVA വിൽ ബി ലാഗിംഗ്. KVA ചേഞ്ച് ആവുന്നുള്ളത് അറിയാം, ലീഡിങ്ങും ലാഗിങ്ങും ഉണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ KVA, അതായത് എക്സൈറ്റേഷൻ കൂടിക്കഴിഞ്ഞാൽ ഓവർ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റർ എന്താണ്? ലാഗിംഗ് പവർ ആണ് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുക. സോ KVA ലാഗിംഗ് ആയി മാറും. ശരിയല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആർമേച്ചർ കറന്റ് ഡ്രോൺ ബൈ എ DC മോട്ടോർ ഈസ് പ്രൊപ്പോർഷണൽ ടു. നമുക്കറിയാവുന്ന കാര്യമാണ്, ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു IA എന്നുള്ളത് നമുക്കറിയില്ലേ? സോ IA എന്ന് പറയുന്നത് എന്താണ്? ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അതായത് ടോർക്ക് കൂടുതലാണെങ്കിൽ കറണ്ട് കൂടുതൽ ഡ്രോ ചെയ്തേ പറ്റൂ, അങ്ങനെ. അപ്പൊ അതായത് എന്താണ്? ഫ്ലക്സ് റിക്വയർഡ്, ടോർക്ക് റിക്വയർഡിനനുസരിച്ചാണ് കറണ്ടിൽ മാറ്റം വരിക. ടോർക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അവൻ ആർമേച്ചർ കറണ്ട് കൂടുതൽ ഡ്രോ ചെയ്യും. ഓക്കെ, സോ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, എ ഷോർട്ട് ഗ്യാപ്പ് ഇൻ ആൻ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് നെസസറി. ഷോർട്ട് ഗ്യാപ്പ് മീൻസ് എയർ ഗ്യാപ്പ് ഷോർട്ട് ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണേ? പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ പവർ ഫാക്ടർ ഇംപ്രൂവ് ആവും, അല്ലെങ്കിൽ ഫോർ ഗുഡ് പവർ ഫാക്ടർ ആണ് ഷോർട്ട് എയർ ഗ്യാപ്പ് നമ്മൾ കൊടുക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ നോ ലോഡ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ആൻഡ് ജിയോമെട്രിക് ന്യൂട്രൽ ആക്സിസ്, MNA യും GNA യും
എപ്പോഴാണ്? ഓൺ നോ ലോഡ് ആണ്, ഓൺ ലോഡ് അല്ല, ഓൺ നോ ലോഡ്. നോ ലോഡിൽ എന്താ? MNAയും GNAയും കോയിൻസൈഡ് ചെയ്താ നിൽക്കുക അല്ലെ? ലോഡ് വരുമ്പോഴാണ് MNAക്ക് ഷിഫ്റ്റ് വരിക GNAയിൽ നിന്ന് അല്ലെ? അപ്പോ ഇവിടെ എന്താണ്? നോ ലോഡിൽ MNAയും GNAയും സെയിം ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, റോട്ടോർ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ റൺസ് ഓൾവേസ്. ഇൻഡക്ഷൻ മോട്ടോറിന്റെ റോട്ടോർ ഏത് സ്പീഡിലാണ് റൺ ചെയ്യാം? ജസ്റ്റ് ബിലോ സിങ്ക്രോണസ് സ്പീഡ് എന്നാണ് നമ്മൾ പറയുക. സിങ്ക്രോണസ് മോട്ടോർ സിങ്ക്രോണസ് സ്പീഡിൽ റൺ ചെയ്യും. ഇൻഡക്ഷൻ മോട്ടോർ ഈസ് റണ്ണിങ് ജസ്റ്റ് ബിലോ സിങ്ക്രോണസ് സ്പീഡ്. അങ്ങനെയാണ് അവിടെ സ്ലിപ്പ് സ്പീഡ് ഒക്കെ വരുന്നത്. സോ ലെസ് ദാൻ സിങ്ക്രോണസ് സ്പീഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ഇൻ എ DC generator, current to external circuit from armature is given through. DC generatorൽ എക്സ്റ്റേണൽ സർക്യൂട്ടിനുള്ള കറണ്ട്, സർക്യൂട്ടിലോട്ടുള്ള കറണ്ട് ആർമേച്ചറിന് ഏത് വഴിയാണ് കൊടുക്കുന്നത്? കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷസ് വഴിയാണ് എന്നുള്ളത് നമുക്കറിയാം. തന്നിരിക്കുന്നതിൽ കമ്മ്യൂട്ടേറ്റർ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ സ്ലിപ്പ് റിംഗ്സ് അല്ല, കമ്മ്യൂട്ടേറ്ററിന് പറയുന്ന മറ്റൊരു പേര് സ്പ്ലിറ്റ് റിംഗ്സ് എന്നാണ്. സ്പ്ലിറ്റ് റിംഗ്സ് എന്നുണ്ടെങ്കിൽ അതും കറക്റ്റ് ആൻസർ ആണ്. സ്പ്ലിറ്റ് റിംഗ്സിനെയാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയാം. സോ ഇവിടെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ കമ്മ്യൂട്ടേറ്റർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിന് അടുത്തത്, ഇൻ എ റിപ്പൾഷൻ മോട്ടോർ മാക്സിമം ടോർക്ക് ഈസ് ഡെവലപ്ഡ് വെൻ. റിപ്പൾഷൻ മോട്ടോർ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മാക്സിമം ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ബ്രഷ് ആക്സിസ് ഇസ് അറ്റ് 45 ഡിഗ്രി ഇലക്ട്രിക്കൽ വിത്ത് ഫീൽഡ് ആക്സിസ് ആകുമ്പോഴാണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിനടുത്തത്, ദ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ബൈ DC മോട്ടോർ ഈസ് മാക്സിമം. ഇതും നമ്മൾ നമ്മുടെ പല ക്വിസ് കാർഡിലും ക്ലാസ്സസിലും ടെസ്റ്റ് സീരീസിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ആവണം എന്നുണ്ടെങ്കിൽ ബാക്ക് EMF ഷുഡ് ബി ഈക്വൽ ടു ദി ഹാഫ് ഓഫ് സപ്ലൈ വോൾട്ടേജ്. EB ഷുഡ് ബി ഈക്വൽ ടു V/2 നമ്മൾ പറയുന്നുണ്ട്. സോ ബാക്ക് EMF ഈസ് ഈക്വൽ ടു 0 അല്ല, ബാക്ക് EMF ഈസ് ഹാഫ് ഓഫ് ദി അപ്ലൈഡ് വോൾട്ടേജ് ആകുമ്പോഴാണ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് മാക്സിമം ആവാം. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ? ഇതിനടുത്ത ക്വസ്റ്റ്യൻ, in an RS flip flop, R equal to 0, S equal to 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താണെന്നാണ്. RS flip flop or SR flip flop ഏതാണെങ്കിലും ഇതാണ് നമ്മുടെ ടേബിൾ വരുന്നത്. ഇതിൽ ട്രൂത്ത് ടേബിളിൽ എസും ആറും 0 0 ആകുമ്പോൾ നോ ചേഞ്ച് കണ്ടീഷൻ ആണെന്നുള്ളത് നമുക്കറിയാം. 0 1 ആണെങ്കിൽ എസിന്റെ വാല്യൂ എന്താണോ അതാണ് ഔട്ട്പുട്ട് ആവുക. സെറ്റ് S is equal to 0 ആണെങ്കിൽ റീസെറ്റ് ആണ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റീസെറ്റ് 0 ആയിരിക്കും. S is equal to 1 സെറ്റ് ആയിരുന്നെങ്കിൽ ഔട്ട്പുട്ട് Q എന്ന് പറയുന്നത് സെറ്റ് 1 ആയിരിക്കും. 1 1 എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയിട്ടുള്ളതാണ്. സോ S is equal to 1, R is equal to 0 ആണ് ഇവിടുത്തെ ചോദ്യം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ അടുത്തത്, ദ ക്യാരി ഔട്ട് ഓഫ് എ ഹാഫ് ഫേഡർ സർക്യൂട്ട് ഹാവിംഗ് A and B ഇൻപുട്സ് ആണ്. ഹാഫ് ഫേഡറിന്റെ സർക്യൂട്ട് ഇതാണ്. സം എന്ന് പറയുന്നത് A XOR B ആണെന്ന് നമുക്കറിയാം. ക്യാരി എന്ന് പറയുന്നത് A and B ആണ്. A dot B ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിനടുത്തത്, റിപ്പിൾ ഫാക്ടർ ഓഫ് ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ആർ റെസ്പെക്ടീവ്ലി. ഹാഫ് വേവിന്റെയും ഫുൾ വേവിന്റെയും നമ്മൾ ഈ ഒരു ടേബിൾ നമ്മുടെ ടെസ്റ്റ് സീരീസിലും അതുപോലെ തന്നെ ക്ലാസ്സിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ ആണ്. ഹാഫ് വേവ് റെക്ടിഫയറിലും ഫുൾ വേവ് റെക്ടിഫയറിലും ഇത്രത്തോളം പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് വാരി ചെയ്യേണ്ടതെന്നുള്ളത് റിപ്പീറ്റഡ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ടേബിൾ ഒന്ന് റിവൈസ് ചെയ്ത് പോകണം എന്നുള്ളത്. ഇതിൽ തന്നിട്ടുണ്ട് ഹാഫ് വേവ് റെക്ടിഫയറിൽ 1.21ഉം ഫുൾ വേവ് റെക്ടിഫയറിൽ 0.48ഉം ആണ് റിപ്പിൾ ഫാക്ടർ. സോ ഹാഫ് വേവ് ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. സോ 1.21 ആൻഡ് 0.48. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മോസ്റ്റ് പോപ്പുലർ ആപ്ലിക്കേഷൻ ഓഫ് UJT. UJTയുടെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് റിലാക്സേഷൻ ഓസിലേറ്റർ, പൾസ് ജനറേറ്റർ ഒക്കെ ആയിട്ടാണ് നോർമലി UJTനെ യൂസ് ചെയ്യുക. സോ ഓപ്ഷൻ സി റിലാക്സേഷൻ ഓസിലേറ്റർ ഈസ് ദി കറക്റ്റ് ആൻസർ. UJT യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് അതിന്റെ രണ്ട് ബേസ്, അതായത് ഇങ്ങനെയാണ് അതിന്റെ ഒരു സിമ്പൽ വരുന്നത്. ഇങ്ങനെ വരും. അതിന് ബേസ് 1, ബേസ് 2, ദെൻ എമിറ്റർ എന്ന് പറഞ്ഞ 3 ടെർമിനൽസ് ആണുള്ളത്. യൂണി ജംഗ്ഷൻ ആണ്. റിലാക്സേഷൻ ഓസിലേറ്റർ ആയിട്ടാണ് അത് കോമൺ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബൈനറി ഈക്വലന്റ് ഓഫ് എൻ ഒക്ടൽ നമ്പർ. ഒക്ടൽ നമ്പർ എന്ന് കഴിഞ്ഞാൽ ബൈനറി ഈക്വലന്റ് കാണാൻ ഈസി ആണ്. ഓരോ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് എടുക്കുക, അതിന്റെ 3 ഡിജിറ്റ്സിലുള്ള ബിറ്റ്സിലുള്ള ബൈനറി നമ്പർ എഴുതിയാൽ മതി. അപ്പൊ 3യുടെ ബൈനറി ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ 0 1 1 ആണെന്ന് നമുക്കറിയാം. 5ന്റെ ബൈനറി ഈക്വലന്റ് 1 0 1 ആണെന്നുള്ളത് നമുക്കറിയാം. ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. 0 1 1 1 0 1 ഈസ് ദി ബൈനറി ഈക്വലന്റ് ഓഫ് ഒക്ടൽ നമ്പർ 35. സോ 0 1 1 1 0 1 എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദി
കറക്റ്റ് ആൻസർ. ദെൻ അടുത്തത് ഔട്ട്പുട്ട് ഓഫ് ടു ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ഈസ് ലോ ആവുന്നത് എപ്പോഴാണെന്നാണ്. നാൻഡ് ഗേറ്റിന്റെ ഈ ഒരു ട്രൂത്ത് ടേബിൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈസിയാണ് അല്ലെ. അതായത് ആൻഡ് 1 ആവുമ്പോഴാണ് നാൻഡ് 0 ആവുള്ളൂ. ആൻഡ് 1 ആവാന്ന് പറഞ്ഞാൽ രണ്ട് ഔട്ട്പുട്ടും ഹൈ ആവുമ്പോഴാണ്. സോ രണ്ട് ഇൻപുട്ടുകളും ഹൈ ആവുമ്പോഴാണ് ഔട്ട്പുട്ട് ഓഫ് നാൻഡ് ഗേറ്റ് 0 ആവുക. സോ ബോത്ത് ഇൻപുട്സ് ആർ ഹൈ. ബോത്ത് ഇൻപുട്സ് ആർ ലോ അല്ല, ബോത്ത് ഇൻപുട്സ് ആർ ഹൈ. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് ദ ടെർമിനൽസ് ഓഫ് എൻ ചാനൽ ഫെറ്റ്. ഫെറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എൻ ചാനൽ ആണെങ്കിലും പി ചാനൽ ആണെങ്കിലും ടെർമിനൽസിൽ മാറ്റില്ല. ഡ്രെയിൻ സോഴ്സ് ഗേറ്റ് ആണ്. ഡ്രെയിൻ സോഴ്സ് ഗേറ്റ്, സോഴ്സ് ഡ്രെയിൻ ഗേറ്റ്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. പി ചാനൽ ആയിക്കോട്ടെ എൻ ചാനൽ ആയിക്കോട്ടെ ടെർമിനൽസിലൊന്നും മാറ്റില്ല. ഡ്രെയിൻ സോഴ്സ് ഗേറ്റ് തന്നെയാണ് ടെർമിനൽസ് വരുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ 3 ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് വിച്ച് കൺട്രോൾസ് എ സി ഇൻ ബോത്ത് സൈഡ്സിൽ എ സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആള് ട്രയാക്ക് അല്ലെങ്കിൽ ട്രയോഡ് ഫോർ എ സി എന്നാണ് നമ്മൾ പറയുന്നത്. സോ ട്രയോഡ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനിലും കറണ്ട് ഫ്ലോ പറ്റും. അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് എ സി വോൾട്ടേജ് കൺട്രോളറിലാണ് മെയിൻ ആയിട്ട് ട്രയാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ എ സി വോൾട്ടേജ് കൺട്രോളർ യൂസ് ചെയ്യുന്ന ആൾ ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ ആൻസർ എന്താണ്? ട്രയാക്ക്. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ ആ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിൽ ബൈ ഡയറക്ഷണൽ കണ്ടക്ഷൻ വരുന്നത് ട്രയാക്കിൽ മാത്രമാണ്. ഓക്കെ. ഇതിനടുത്തത് അറേ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഡിസൈൻ ടു സ്റ്റോർ ആൻഡ് ഷിഫ്റ്റ് ഡാറ്റ. ആ ചോദ്യത്തിൽ തന്നെ ആൻസർ ഉണ്ട്, ഷിഫ്റ്റ് ഡാറ്റ. ഡാറ്റനെ ഷിഫ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഇതിനടുത്തത് what will be the output triple frequency of full wave rectifier for 230 volt 60 hertz input supply എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അഗൈൻ ഫുൾ വേവ് റെക്ടിഫയറിലും ഹാഫ് വേവ് റെക്ടിഫയറിലും ആ ഫ്രീക്വൻസിയുടെ റിലേഷൻ നമുക്കറിയാം. ഹാഫ് വേവില് ഇൻപുട്ടിന്റെ ഫ്രീക്വൻസി എന്താണോ അത് തന്നെയായിരിക്കും. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഡബിൾ ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ വേവ് റെക്ടിഫയർ ആണെന്നുണ്ടെങ്കിൽ 60 ഹെർട്സ് ആണ് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 120 ഹെർട്സ് ആയിട്ടുണ്ടാവും. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക, 120 ഹെർട്സ്. ക്ലിയർ അല്ലേ? ഫുൾ വേവ് ആണോ ഹാഫ് വേവ് ആണോ എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ പല ടെസ്റ്റ് സീരീസിലും ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഇതാണ് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോം വരുന്നത് ഫുൾ വേവ് റെക്ടിഫയറിന്റെ. ദെൻ അപ്പൊ ആദ്യത്തെ 60 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ 85, 88, 89, 90 അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻസും കൂടിയാണ് ഇലക്ട്രിക്കൽ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തം 65 ക്വസ്റ്റ്യൻസ് ആണ് ഇലക്ട്രിക്കൽ ഏരിയന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. സോ 85th ക്വസ്റ്റ്യൻ ഇലക്ട്രിക്കലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ വരുന്നതാണ് കേട്ടോ. സിംഗിൾ ഫേസിങ്ങിന് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ മേ റിസൾട്ട് ഇൻ. സിംഗിൾ ഫേസിങ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഫേസ് ഓപ്പൺ ആയാലും ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യും, പക്ഷെ അവന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ടോർക്കിലൊക്കെ ലിമിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഓവർ ഹീറ്റിംഗ് ഉണ്ടാവും മോട്ടോറിന്. നമ്മൾ സിംഗിൾ ഫേസിംഗിൽ പറയുന്നതാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. ഓവർ ഹീറ്റിംഗ് വരും. ഓക്കെ അല്ലേ? ദെൻ ഓപ്ഷൻ ബി ആണ് ആ സമയത്ത് ഇതിലെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഓൾവേസ്. സെയിം ക്വസ്റ്റ്യൻ മുന്നും ചോദിച്ചിട്ടുണ്ട്. ദ റോട്ടോർ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ റൺ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ലെസ് ദെൻ സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറഞ്ഞു. ഇതും സെയിം ആണ്. ഇൻഡക്ഷൻ മോട്ടോറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ലെസ് ദെൻ സിങ്ക്രോണസ് സ്പീഡ് ആയിരിക്കും. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ. അടുത്ത ക്വസ്റ്റ്യൻ 89, an isolator is operated only when the circuit is. ഐസൊലേറ്റർ ഓപ്പൺ ചെയ്യണമെങ്കിൽ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ഇല്ലാത്ത സമയത്ത് മാത്രമാണ് ഐസൊലേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ എന്താണ്, സ്പാർക്ക് ഉണ്ടാവും. അപ്പൊ കറണ്ട് 0 ആക്കിയിട്ട് മാത്രമാണ് നമ്മൾ നോർമലി ഐസൊലേറ്റർ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ആൻസർ ആയിട്ട് വരെ ഫുൾ ലോഡിലല്ല, ഷോർട്ട് സർക്യൂട്ടിലല്ല, ഓവർലോഡിലും അല്ല, ലോഡ് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നോ ലോഡിലാണ് അല്ലെങ്കിൽ ഡി എനർജൈസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഐസൊലേറ്റർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സബ്സ്റ്റേഷൻ ദ ഐസൊലേറ്റർ ഈസ് ജനറലി ഓപ്പറേറ്റഡ്. എഗെയിൻ ജനറലി ഓപ്പറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ്. ബിഫോർ ഓപ്പണിംഗ് ദ സർക്യൂട്ട് ബ്രേക്കർ ആണോ? അല്ല, സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നല്ല. ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായി കഴിഞ്ഞാൽ എഗെയിൻ കറണ്ട് ഉള്ള കണ്ടീഷനാണ്. കറണ്ട് ഉള്ള കണ്ടീഷനിൽ ഐസൊലേറ്റർ ഓപ്പൺ ചെയ്യരുത്. ആഫ്റ്റർ ദ സർക്യൂട്ട് ബ്രേക്കർ ഹാസ് ഓപ്പൺഡ് ദ സർക്യൂട്ട്, എന്നിട്ടാണ് ഐസൊലേറ്റർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. സർക്യൂട്ട് ബ്രേക്കർ ആണ് ആദ്യം ബ്രേക്ക് ആവുക. സർക്യൂട്ട് ബ്രേക്കർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സർക്യൂട്ട് ഓപ്പൺ ആയി. സർക്യൂട്ട് ഓപ്പൺ ആയാൽ പിന്നെ അവിടെ കറണ്ട് ഉണ്ടാവില്ല. ആ കണ്ടീഷനിൽ വേണം ഐസൊലേറ്ററിന് ഓപ്പൺ ചെയ്യാനായിട്ട്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്.
ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് KW ഓപ്പറേറ്ററിൽ ഇലക്ട്രിക്കൽ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. അതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മളിപ്പോ ചെയ്തത്. സോ മിക്ക ക്വസ്റ്റ്യൻസും നമ്മൾ ടെസ്റ്റ് സീരീസിലായിക്കോട്ടെ, ക്യൂ കാർഡ്സിലായിക്കോട്ടെ, ക്യൂസ് കാർഡ്സിലായിക്കോട്ടെ ഒക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ക്ലാസ്സസിലും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒന്നും ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. മിക്ക ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എല്ലാ കോൺസെപ്റ്റുകളും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിക്ക് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഇനി വരാൻ പോകുന്ന ITI ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, ഡിപ്ലോമ ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, എല്ലാത്തിനും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഈ ഒരു ക്ലാസ് റിവിഷനും കൂടെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.